മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്. ഹൗ ആർ യു എവരിബഡി? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. How are you everybody? I hope all of you are doing well. He who wins a soul is wise. ജ്ഞാനിയായവൻ ആത്മാക്കളെ നേടുന്നു. അത് വളരെ അർത്ഥമുള്ള ഒരു വാക്യമാണ്. It is a very meaningful verse. ജ്ഞാനിയായവൻ ആത്മാക്കളെ നേടുന്നു. Oh, the wise winneth souls. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആത്മാക്കളെ നേടാനാണ്. Oh, what the Lord desires of us is to win souls. ആമേൻ. ആരാണ് ജ്ഞാനി? Who is the one who is wise? ദൈവവചനം ഉള്ളത്തിൽ കേറുമ്പോൾ ദൈവിക ജ്ഞാനം നമുക്ക് ലഭിക്കും. As the word of God enters us, we receive the wisdom of God. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് What the Lord expects from us നമ്മുടെ കഴിവുകളല്ല, is not our skillfulness. മറിച്ച് നമ്മുടെ ലഭ്യതയാണ്. Instead, He expects us to be available. നാം എപ്പോഴും ദൈവത്തിന് കർത്താവിന് അവൈലബിൾ ആയിരിക്കണം. We should always be available to the Lord. എപ്പോൾ വിളിച്ചാലും Whenever He calls നാം us, അവൈലബിൾ ആയിരിക്കണം. we must be available to Him. പലർക്കും അവൈലബിൾ ആകുവാൻ പറ്റുന്നില്ല. Many are not being able to be available to the കർത്താവ് Lord. വിളിക്കുമ്പോൾ അവൈലബിൾ ആകുന്നവരെ കർത്താവ് മൈറ്റിയായി ഉപയോഗിക്കും. Oh, when the Lord calls all those who are available for the Lord, they will be used mightily by the Lord. നമ്മളുടെ കയ്യിലിരിക്കുന്നത് ചെറുതായാലും Even though what we have in our hands is something small, അത് കർത്താവിന് കൊടുക്കുമ്പോൾ as we give it over to the Lord, നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറും. our life will be turned into a blessing. 5 അപ്പവും 2 മീനും 5 loaves of bread and 2 fish, യേശുവിന്റെ കൈകളിലേക്ക് കൊടുത്തു. as it was handed over to the hands of Jesus, അത് ബ്ലെസ്സിംഗ് ആയി മാറി. it became a great blessing. 5000-ലധികം പുരുഷന്മാർക്ക് കൊടുത്തു. And it was given to more than 5,000 men. സ്ത്രീകളും കുഞ്ഞുങ്ങളും കഴിച്ചു. And women and children had it. പിന്നെ 12 കൊട്ട ബാക്കി വന്നു. And the rest was 12 baskets full of loaves and fish. ആമേൻ. ആത്മാക്കളെ നേടുന്നവർ ജ്ഞാനിയാകും. Those who win souls are wise. ആ ശൂന്യമായ കൈകൾ ദൈവത്തിന് നൽകിയാൽ If you give your empty hands to the Lord, അത്ഭുതങ്ങൾ സംഭവിക്കും. miracles will happen. നമ്മുടെ കയ്യിലൊന്നും വേണ്ട. You do not need anything in your hands. എന്നാൽ ദൈവത്തിന് എപ്പോഴും നാം അവൈലബിൾ ആയിരിക്കണം. But we should always be available to the Lord. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യാൻ അവൈലബിൾ ആയിരിക്കണം. If He decrees anything, we should be available to do it. യേശു പറഞ്ഞു, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ. Oh, the Lord said to fill up these stone jars. ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ചു. And the water was filled in the stone അപ്പോൾ jars. എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ആർക്കും അറിയുകയില്ല. No one knew what was going to happen next. എന്നാൽ കർത്താവിന് അറിയാം ഇതെന്ത് സംഭവിക്കാൻ പോകുന്നു. But the Lord knew what would happen next. നിങ്ങൾ അവൈലബിൾ ആയി തീരുമ്പോൾ, Oh, as you make yourself available, നിങ്ങൾ ഒബീഡിയൻസിലേക്ക് വരുമ്പോൾ, as you're obedient to the Lord, എന്താ സംഭവിക്കാൻ പോകുന്നു നിങ്ങൾക്ക് അറിയില്ല. you might not know what is going to happen next. ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ഒരു വലിയ കാര്യം സംഭവിക്കും. But what is in the heart of God is going to happen. പിശാചിന്റെ തടവറയെ നാം തകർക്കണം. We need to destroy the prisons that the devil has made. സുവിശേഷം എന്നത് പിശാചിന്റെ തടവറയിൽ കിടക്കുന്നതിനെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. You know, the gospel work is to bring out those people who are imprisoned in the devil's jail. വെറുതെ സുവിശേഷം പ്രസംഗിക്കുകയല്ല, You are not simply proclaiming the gospel. മറിച്ച് സാത്താന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയാണ്. Instead, you are plundering whatever is in the hands of the devil. സുവിശേഷം സൗജന്യമാണ്. Oh, the gospel is free, പക്ഷേ അത് വളരെ വിലയേറിയതാണ്. but it is very valuable. രക്ഷ സൗജന്യമാണ്. Salvation is free, അത് നൽകിയ ക്രിസ്തു തന്റെ ജീവൻ നൽകേണ്ടി വന്നു. but Christ who gave us His salvation gave His life for us. ഓരോ വിശ്വാസിയും സുവിശേഷത്തിന്റെ ചങ്ങലയിലെ ഓരോ കണ്ണിയാണ്. Oh, each and every believer are small pieces in a chain. നമ്മുടെ മുൻ തലമുറ Our forefathers, നമുക്ക് കൈമാറിയ ആ ജ്വാല നാം അടുത്ത തലമുറയ്ക്ക് കൈമാറണം. our forefathers who have handed down this flame of fire, we need to hand it down to the next generation. നിങ്ങൾ യൂണിറ്റിയിൽ നിൽക്കണം. You need to stand united. ഒരു കണ്ണി ദുർബലമായാൽ If a single piece is weak in a chain, ആ ചങ്ങല പൊട്ടിപ്പോകും. that chain will be broken. നിങ്ങൾ ആ ചങ്ങലയെ ശക്തമായ കണ്ണിയാക്കി മാറ്റണം. You need to make that chain a very strong chain. അവിടെ നമുക്ക് വേണ്ടിയത് യൂണിറ്റിയാണ്. What is necessary there is unity. ഇന്ന് ഈ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Oh, at this time I'm going to pray for you. നിങ്ങൾ ആത്മാക്കളെ നേടുന്നവരായി മാറട്ടെ. Oh, you may need to be turned into people who win souls. പൗലോസിന്റെ ജീവിതത്തിൽ
In Paul's life, ആമേൻ, ഈ ചങ്ങല ധരിക്കേണ്ടി വന്നു. oh, he had to wear these chains, ആർക്കും അവന്റെ ആ ചങ്ങല പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. and no one could break away these chains from എന്നാൽ him. കർത്താവ് അത് പൊട്ടിച്ചു കളഞ്ഞു. But the Lord broke them away, അവൻ പിന്നെയും മുമ്പോട്ട് ഓടുകയാണ്. and he is running forward നിങ്ങളുടെ ജീവിതത്തിൽ in your life. ചങ്ങലകൾ Chains, നിങ്ങളുടെ ഓട്ടം വർദ്ധിപ്പിക്കും. oh, is going to help you walk forward and run നിങ്ങളുടെ forward, ശക്തി വർദ്ധിപ്പിക്കും. and your power is going to increase. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. I'm going to pray for you. ഞങ്ങളുടെ കർത്താവേ, Our Lord, ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. I pray for this people. ഈ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണം. Bless these children. അങ്ങയുടെ അത്ഭുത കരങ്ങളിൽ ഉപയോഗിക്കണം. Oh Lord, use them in your miraculous hands. ആമേൻ. എല്ലാവരും ആത്മാക്കളെ നേടുന്നവരാകട്ടെ. Let everyone be turned to people who win പാപച്ചേറ്റിൽ souls. കിടക്കുന്നവർ വിടുവിക്കപ്പെടണം. All those who are in the pit of sin, may they be delivered. അങ്ങ് അത്ഭുതം ചെയ്യണം. Lord, do a miracle. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen. God bless you. Love you.